ഹലോ. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമാണ് കേട്ടോ എൻ്റെ ബേക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, കസ്റ്റമേഴ്സിൽ നല്ല ഒരു എന്താ പറയുക കേക്ക്സ് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു പാഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അതേപോലത്തെ റെസ്പോൺസുമാണ് നമുക്ക് ഈ ഒരു കരിയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ക്രീമാണ്. ഇത് ബൂസ്റ്റും മിൽക്ക് മെയ്ഡും ചേർത്ത ഒരു ക്രീമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീമിന്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഫില്ലിങ്സ് ആയിട്ട് ചേർക്കുന്നത് ആൽമണ്ട്സ്, നട്ട്സ്, ചോക്കോ ചിപ്സ്, മിൽക്ക് മെയ്ഡ്, ബൂസ്റ്റ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് തരുന്ന ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ കേക്ക്സും ചെയ്ത് കൊടുക്കുന്നത്. അത്ര ശ്രദ്ധയോടെയും കാര്യങ്ങളോടും കൂടിയാണ് കേട്ടോ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലോട്ട് കേക്ക്സ് എത്തിക്കുന്നതും. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്യുന്നതും ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ക്രം കോട്ട് ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മാക്സിമം നിങ്ങൾ 1 മണിക്കൂറെങ്കിലും വച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല സൂപ്പറായിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 hours വയ്ക്കുന്നത് ഈ കേക്ക്. കാരണം എനിക്ക് വേറെ കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 hours ഓക്കെയാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കേക്ക് ചെയ്ത് ഇപ്പോൾ നല്ല സ്പീഡായിട്ടോ എനിക്ക് ചെയ്യാൻ. വീഡിയോയിൽ സ്പീഡ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലാതെ തന്നെ ഓൾറെഡി എനിക്കിപ്പോൾ കേക്കൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പീഡായിട്ടോ. അപ്പോൾ ഈ ഒരു നട്ടി ബബിൾ കേക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ഈ നട്ടി ബബിൾ. അപ്പോൾ ഇനി അതിൻ്റെ ഡിസൈനിങ്ങിനായിട്ട് സൈഡിൽ ഫുൾ നമ്മൾ ഈ ഒരു നട്ട്സ്, ആൽമണ്ട്, കാഷ്നട്ട്, ചോക്കോ ചിപ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നിങ്ങൾ ആ കേക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം നട്ട്സ് നമ്മൾ ഈ ഒരു കേക്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ നട്ട്സ് ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഇതുപോലത്തെ ബബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു കേക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡിസൈൻ കേട്ടോ, നട്ടി ബബിൾ. ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് നട്ടി ബബിളാണ്. ബൂസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം വീണ്ടും ഇതുപോലത്തെ ബബിൾസ് നമ്മൾ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, സൈഡൊക്കെ നന്നായിട്ട് നീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീറ്റാക്കി നമ്മൾ നെയിമൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.